നെയ്യാറ്റിങ്കര ഗോപൻസ്വാമിയുടെ സമാധിത്തറ ഇനി മുതൽ തീർത്ഥാടന കേന്ദ്രമാകും. രാജാവിനെ പോലെ അച്ഛന് മഹാസമാധി നടത്തുമെന്ന് മക്കൾ വെല്ലുവിളിച്ച ആ വാക്കാണ് ഇന്ന് ലോകം മുഴുവൻ കണ്ടത്. ഏറെ വിവാദമായ ഗോപൻസ്വാമിയുടെ സമാധി ഒടുവിൽ ലോക ശ്രദ്ധ നേടി മഹാസമാധിയായി മാറിയപ്പോൾ വിമർശിച്ചവർക്കും കുറ്റം പറഞ്ഞവർക്കും ആ കാഴ്ച കണ്ട് മാറി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. നെയ്യാറ്റിങ്കര ആറലുമുട് സ്വദേശിയായിട്ടുള്ള ഗോപൻസ്വാമി മഹാസമാധിയിലായിരിക്കുകയാണ്. ഏറെ വിവാദമായ ഗോപൻസ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇന്നേ ദിവസത്തോടെ എല്ലാ ദുരൂഹതകൾക്കും അവസാനിച്ചിരിക്കുകയാണ്. ക്ഷേത്രം സജീവമാക്കാൻ തന്നെയാണ് വിശ്വാസികളുടെ തീരുമാനം. വിവിധ ഹൈന്ദവ സംഘടനകളും നൂറുകണക്കിന് വരുന്ന ജനങ്ങളും ഇന്നത്തെ ഈ മഹാസമാധി കാണുവാൻ എത്തിയിരുന്നു. നിംസ് മെഡിസിറ്റിയിൽ നിന്ന് നാമജപ യാത്രയുമായാണ് ഇത്തരത്തിൽ സമാധി സ്ഥലത്ത് എത്തിച്ചത്. തുടർന്ന് മഹാസമാധി ചടങ്ങുകൾ ആരംഭിച്ചു. ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ചടങ്ങുകളെല്ലാം നടത്തിയത്. നിരവധി ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ സമാധി സ്ഥലം ഒരുക്കിയതും. പൊളിച്ച സമാധി സ്ഥലത്തിന് സമീപമായി ഇഷ്ടിക കൊണ്ട് ഋഷിപീഠ മണ്ഡപത്തിലാണ് ചടങ്ങുകൾ നടന്നിരുന്നത്. ഇത്തരത്തിൽ മഹാസമാധി കാണുവാനെത്തുന്ന ആളുകൾക്കായി വീടിന് മുന്നിൽ പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സമാധി സ്ഥലത്ത് കൃത്യമായ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ ചടങ്ങുകൾ നടന്നു. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് ഇത്തരത്തിൽ മഹാസമാധികൾക്ക് തുടർന്ന് പൂജാതി കർമ്മങ്ങൾക്കും നേതൃത്വം നൽകിയത്. എന്തായാലും തുടർന്ന് 41-ാം ദിവസം വലിയ തരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ നടക്കുകയും ഇവിടെ സ്മൃതി മണ്ഡപം വരെ നടത്തുവാൻ അല്ലെങ്കിൽ സ്മൃതി മണ്ഡപം നിർമ്മിക്കുവാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് ഇത്തരത്തിലുള്ള സംഘാടക സമിതികൾ. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി സന്യാസി മേഖലയിൽ ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വാമി ഗോപൻസ്വാമിയുടെ മഹാസമാധിയുടെ പൂർത്തീകരണമാണ് നടക്കുന്നത്. മഹേശ്വരാനന്ദ സ്വാമികളുടെയും മറ്റ് വിവിധ സന്യാസി മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും മഠാധിപതിമാരുടെ നേതൃത്വത്തിലാണ് 2 മണിക്കൂർ നീണ്ടുനിന്ന സമാധി പൂർത്തിയാവുകയാണ്. ഈ സമാധിയുടെ പൂർത്തീകരണം ഇനി 41 ദിവസം അവിടെ പൂജ ചെയ്തുകൊണ്ട് ആ 41-ാമത്തെ ദിവസം അവിടെ ഒരു സമാധി മണ്ഡപം നിർമ്മിച്ചുകൊണ്ട് യോഗീശ്വരൻ എന്ന നിലയിലേക്ക് ഈ ഒരു കാര്യക്രമം അതിൻ്റെ ഒരു ആരാധനാ കേന്ദ്രമായി അത് മാറുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിനൊരു വലിയൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സമാധിയാകുന്നത് നമ്മുടെ ഏകാദശി ദിവസമാണ്. സ്വർഗ്ഗവാതിൽ ഏകാദശി ദിവസമാണ് അദ്ദേഹം സമാധിയാവുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം നടക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഈ ക്ഷേത്രം നമ്മുടെ ശിവപ്രതിഷ്ഠയുള്ള ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ്. അവിടുത്തെ പൂജാരിയായിരുന്നു അദ്ദേഹം. അപ്പോൾ വരുന്ന ആളുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമാധി ഇതൊരു വലിയൊരു മഹാസമാധിയായി ഇത് ഹൈന്ദവ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നതാണ്. ഇതിന് നേതൃത്വം നൽകിയ എല്ലാ പേർക്കും എല്ലാ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു വലിയൊരു സമാധി. നാമജപ യാത്രയിലായിരുന്നാലും ശരി തന്നെ കേവലം ചെറിയൊരു സംവിധാനത്തിൽ എന്നൊരു വിഷയം പിന്നീട് ഇതിൽ നിന്ന് ഭാരതത്തിൽ മാത്രമല്ല മുഴുവൻ ഹൈന്ദവ വിശ്വാസികളും ആ ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹാസമാധിയായിട്ടാണ് ഇന്നിവിടെ അത് പൂർത്തിയാകുന്നത്. അതോടൊപ്പം തന്നെ ഈ 41 ദിവസത്തെ ഒരു പൂജയും അവിടെ നടക്കുന്നുണ്ടാവും. ആ 41 ദിവസം പൂജ പൂർത്തിയാവുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു യോഗീശ്വരൻ എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് അവിടെ ഒരു മണ്ഡപം നിർമ്മിച്ചുകൊണ്ട് ആരാധന പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് വരുന്നത്. പൂജാതി കർമ്മങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളൊരു നേരത്തെ നിർമ്മിച്ചതിനേക്കാളും അദ്ദേഹം ഒരു കാര്യം ഇതിനകത്ത് വലിയൊരു കാര്യം നമുക്ക് പറയേണ്ടത് ഋഷിപീഠം എന്ന് പറഞ്ഞുകൊണ്ട് 1186 2010 ഋഷിപീഠം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ധ്യാനം ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം നേരത്തെ നിർമ്മിച്ചിരുന്നു. 2010 നമുക്കറിയുന്നത് 2025 15 വർഷത്തിന് മുന്നേ അദ്ദേഹം ഈ ധ്യാനം ഇരിക്കുവാനും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാനപീഠം നിർമ്മിച്ചിരുന്നു. ആ ധ്യാനപീഠത്തിലാണ് അദ്ദേഹം എല്ലാ ദിവസവും ധ്യാനം ഇരിക്കുന്നതും അദ്ദേഹം സമാധിയാവുന്നതും ആ ധ്യാന കേന്ദ്രത്തിലാണ്. അപ്പോൾ ആ ധ്യാനം ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം അത്രയും ഒരു യോഗ്യനാണ് എന്നുള്ളതാണ് ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു മുൻവിധിയോടുകൂടിയാണ് ഇന്ന ദിവസം അദ്ദേഹം സമാധിയാവുമെന്ന് പറഞ്ഞൊരു ഹിന്ദു ആചാര വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വലിയൊരു സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹം. ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് ഓം നമഃ ശിവായ മകേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോമിഷ്ഠീയമാമൃതാത് ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോമിഷ്ഠീയമാമൃതാത് ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോമിഷ്ഠീയമാമൃതാത് ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ശിവായ
Om Namo Namah Shivaya. Om Namo Namah Shivaya. Om Namo Namah Shivaya. Om Namo Namah Shivaya. Om Namo Namah Om Namo Namah Shivaya. 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 Om 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 Namah Shivaya. നാമജപ ഘോഷയാത്രയെത്തിയ അദ്ദേഹത്തിന്റെ മഹാസമാധി ചടങ്ങിൽ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ ഋഷിവര്യന്മാരുടെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്ത് ചടങ്ങ് മഹനീയമാക്കുകയായിരുന്നു. പിതാവിനെ മക്കൾ സമാധിയിലിരുത്തിയ സംഭവം ഏറെ കൊട്ടിക്കൊഴിച്ച സോഷ്യൽ മീഡിയ പോലും ഒടുവിൽ നാണിച്ച് തലതാഴ്ത്തേണ്ടി വന്നു. ഇപ്പോഴാ അദ്ദേഹത്തിന്റെ സമാധിത്തറ തീർത്ഥാടന കേന്ദ്രമാകുമ്പോൾ ജാതിമത ഭേദമന്യേ ഇനി ഈ സ്ഥലത്ത് ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാകും. കൂടാതെ നാളെ ഈ തീർത്ഥാടന കേന്ദ്രം വിപുലീകരിക്കുന്ന സൂചനകളും പുറത്തുവരികയാണ്. വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ കല്ലറയുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഋഷിപീഠം എന്നു പേരുള്ള പുതിയ മണ്ഡപം അദ്ദേഹത്തിനായി നിർമ്മിച്ചത്. വിപുലമായ ചടങ്ങുകളാണ് കുടുംബവും ഹിന്ദു ഐക്യവേദിയും VSDPയും ഉൾപ്പെടെയുള്ള സംഘടനകളടക്കം ഒരുക്കിയത്. മാത്രമല്ല 10 ദിവസങ്ങൾ സന്യാസിമാർ ഇവിടെ തങ്ങുമെന്നും വിവരങ്ങളുണ്ട്. ക്ഷേത്രം സജീവമാക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ ഹിന്ദു സംഘടനകളും ആയിരക്കണക്കിന് ആളുകളും ഈ ചടങ്ങിന് എത്തിയിരുന്നു. മതാചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ പുതിയ സമാധി സ്ഥലം ഒരുക്കുകയായിരുന്നു. പൊളിച്ച കല്ലറയ്ക്ക് സമീപം തന്നെയാണ് ഇഷ്ടിക കൊണ്ട് ഋഷിപീഠം എന്ന പേരിൽ പുതിയ മണ്ഡപവും നിർമ്മിച്ചത്. ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്കായി വീടിന് മുന്നിൽ പന്തൽ ഉൾപ്പെടെ ക്രമീകരണങ്ങൾ ഒരുക്കാനും ഈ കുടുംബം മറന്നില്ല. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ, ഋഷിവര്യന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സമാധിത്തറ ഒരുക്കുന്ന കാഴ്ചയാണ് നാം ഈ കാണുന്നത്. മന്ത്രോച്ചാരണങ്ങളോടെയാണ് സമാധിത്തറയിൽ ഭസ്മം നിറയ്ക്കുന്നത്. ഈ മഹനീയമായ കാഴ്ച ഒന്ന് വേറിട്ട് തന്നെ നിൽക്കുകയാണ്. കർമ്മങ്ങൾ തൻ്റെ മകൻ ചെയ്യുമ്പോൾ പോലും അദ്ദേഹം മന്ത്രം ഉരുവിട്ടാണ് ആ മഹനീയമായ ചടങ്ങിൽ പങ്കാളിയാകുന്നത്. പലരും ആ അച്ഛൻ്റെ മക്കളെ കളിയാക്കിയപ്പോൾ ആ മനസ്സുകൾ എത്ര വേദനിച്ചു കാണും എന്നത് ഇതിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹം സമാധിത്തറയിൽ ചെയ്യുന്ന തൻ്റെ പിതാവിനായി ഒരുക്കുന്ന ഋഷിപീഠം തന്നെയാണ് അതിനുള്ള മറുപടിയായി വരുന്നത്. ഒരുപക്ഷെ നാട്ടിൻപുറമായതുകൊണ്ടാകാം അവരുടെ സംസാര ഭാഷ അല്ലെങ്കിൽ അവരുടെ മറ്റ് ചില രീതികളെല്ലാം പലർക്കും തമാശയോ അല്ലെങ്കിൽ തട്ടിപ്പോ വെട്ടിപ്പോ ആയൊക്കെ തോന്നിയത്. എന്നാൽ സനാതനധർമ്മത്തിലെ മന്ത്രങ്ങൾ ഹ്രസ്വമാക്കിയ ഒരുവനാണ് ഈ മകൻ എന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. സമാധിയെക്കുറിച്ച് എന്തെന്ന് അറിവില്ലായ്മയും അല്ലെങ്കിൽ സമാധിയെക്കുറിച്ച് മനസ്സിലാക്കാത്തതും തന്നെയാണ് ഏറെ വിവാദങ്ങൾക്ക് കാരണമായത്. സമാധി നിലയെന്ന് പറയുന്നത് ഒരു ആനന്ദമയമായ സ്ഥിതിയാണ്. അതിൽ നിന്ന് 2-3 ദിവസങ്ങൾക്ക് ശേഷം ചിലർ തിരിച്ചു വരാറുണ്ട്. പക്ഷേ സമാധി നിലയിലെത്തുമ്പോൾ അബോധാവസ്ഥയിലാണെങ്കിൽ തിരിച്ചുവരവ് അസാധ്യമായിരിക്കും. ഇതാണ് പൊതുവെയുള്ള അവസ്ഥ. എന്നാൽ ഇതിന് അപവാദമായി ചിലർ സമാധി നിലയിലേക്ക് എത്തും മുമ്പ് തന്നെ എപ്പോൾ പുറത്തു വരണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോഴും ചിലർക്ക് തിരിച്ചു വരാനുള്ള ബോധാവസ്ഥ ഉണ്ടായെന്ന് വരില്ല. മറ്റൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ്. സമാധി നിലയിലേക്ക് എത്തിച്ചേർന്ന പരമഹംസ ആ അവസ്ഥയിൽ തന്നെ തുടരാനായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ അത് അസാധ്യമായപ്പോൾ അദ്ദേഹം കാളീദേവിയെ പ്രാർത്ഥിച്ച് ദേവി എനിക്ക് സമനില തരൂ എന്ന് കേണപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ പല പ്രാവശ്യത്തെ അഭ്യർത്ഥനകൾക്ക് ശേഷം സമാധി നിലയിലേക്ക് എത്താനും തിരിച്ചു വരാനുമുള്ള കഴിവ് അദ്ദേഹത്തിന് നിയന്ത്രണ വിധേയമായി. ആ അനുഭവത്തെ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്കടക്കം പറഞ്ഞുകൊടുത്തു. സമാധി എന്ന പദം പലരാലും തെറ്റിദ്ധരിക്കപ്പെടുന്നു. സമാധി എന്ന പദത്തിനർത്ഥം മരണം എന്നാണെന്ന് പലരും കരുതുന്നു. സമാധി എന്ന പദത്തെ സമ അധികം ദി എന്ന് പിരിക്കുമ്പോൾ സമ എന്നത് സമനില എന്നും ദി എന്നാൽ ബുദ്ധി എന്നാണ് അർത്ഥം. ഭൗതികമായി സമനിലയിൽ എത്തുന്നതിന് സമാധി എന്ന് പറയുന്നു. 3 ദിവസത്തെ സമാധി കഴിഞ്ഞിട്ട് തിരിച്ച് ബോധതലത്തിലേക്ക് വരുന്ന ഒരാളോട് ചോദിച്ചാൽ 3 ദിവസത്തെ കണക്കല്ല പറയുക, മറിച്ച് ചില സെക്കൻഡുകളുടെ കണക്കായിരിക്കും. ചില മഹാന്മാരാകട്ടെ ഇങ്ങനെ ജന്മാന്തര യാത്ര തന്നെ നടത്തുന്നു. ഇങ്ങനെയുള്ള അത്ഭുതാവസ്ഥയിൽ ചില യോഗികളാകട്ടെ 400 അല്ലെങ്കിൽ 500 വർഷങ്ങൾ ജീവിക്കുന്നു. നമ്മുടെ കണക്കനുസരിച്ച് അത്രയും വർഷങ്ങൾ അവർക്കാണെങ്കിൽ ചില നിമിഷങ്ങൾ മാത്രമായിരിക്കും. ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും തന്നെ പുറത്തു വരണം.
ഈ ലോകത്തിലെ ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ അവസ്ഥയെ മനസ്സിലാക്കാനോ അനുഭവിച്ചിരിക്കാനോ സാധിക്കില്ല. കാരണം സ്ഥലകാലങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവയാൽ ബന്ധിക്കപ്പെടാതിരിക്കുന്ന സ്ഥിതി വ്യത്യസ്തമാണ്. ഈ പ്രപഞ്ചത്തെ നിങ്ങൾ വീക്ഷിക്കുന്ന രീതി, മനസ്സിലാക്കുന്ന രീതി, അനുഭവിക്കുന്ന രീതി തുടങ്ങിയവയെല്ലാം തന്നെ മിഥ്യയാണ്. എല്ലാം ഉള്ളതുപോലെ തോന്നും, പക്ഷേ ഒന്നുമില്ലാത്തതുപോലെയാണ്. നമ്മുടെ കൺമുന്നിൽ കാണുന്നതൊക്കെ മിഥ്യയാണെന്നും മായയാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. മായ എന്നാൽ ഉള്ളതുപോലെ തോന്നുകയും അതേസമയം ഇല്ലാത്തതുമാണ്. പ്രപഞ്ചത്തിലെല്ലാം തന്നെ ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയല്ല എന്നാർക്കും പറയാൻ സാധിക്കുകയുമില്ല. അതിൻ്റെ കാരണങ്ങളിലൂന്നിയ അറിവിൽ നിന്ന് അകബോധ ജ്ഞാനത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം ഒന്നായി മാറുന്ന സ്ഥിതിയിലേക്കായിരിക്കും എത്തുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.